പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു ബൂലിയൻ ഫംഗ്ഷനെ നമുക്ക് POSലേക്ക് കെ മാപ്പിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സോ POS പഠിക്കുന്നതിന് മുമ്പായിട്ട് SOP എന്ന് പറയുന്ന പോയ 2 ലെക്ചേഴ്സിനെ കെ മാപ്പിലൂടെ സോൾവ് ചെയ്യാൻ നമ്മൾ കണ്ടിരുന്നു. SOP പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് POS കൺവേർഷൻ പെർഫോം ചെയ്യാം. ചെറിയ 1-2 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കെ മാപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിഡക്ഷൻ റൂളുകൾ എന്ന് പറയുന്നത് പെയർ റിഡക്ഷൻ, കോഡ്, ഒക്ടെറ്റ്, മാപ്പ് റോളിംഗ് റിഡക്ഷൻ ആൻഡ് ഓവർലാപ്പിംഗ് റിഡക്ഷൻ റൂളുകളെക്കുറിച്ച് വളരെ വ്യക്തത ഉണ്ടായിരിക്കണം. എന്താണ് പെയർ റിഡക്ഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഈ ഒരു ഉദാഹരണത്തിലൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി SOPയിൽ നിന്ന് POSലേക്കുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എവിടെയാണോ നമുക്ക് ഫംഗ്ഷൻ ഉള്ളത് ആ ഫംഗ്ഷനെ കെ മാപ്പിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ 0 എന്നായിരിക്കും. റിമൈനിങ് ആയിട്ടുള്ള സെല്ലുകളിൽ നമ്മൾ 1നെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തും. ഗ്രൂപ്പിംഗ് ചെയ്തതിന് ശേഷം അവസാനം കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ ആൻഡ് ഓപ്പറേഷനിലൂടെ കമ്പൈൻ ചെയ്യും. സോ ഇവിടെ നോക്കുക, ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, പൈ ഓഫ് 0, 1, 2, 4, 5, 7, 10 and 15. ഇവിടെ ശ്രദ്ധിക്കുക, ഫംഗ്ഷനകത്ത് ഏതൊക്കെ വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പോലും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ചില വേരിയബിൾസിനെ നമുക്ക് യൂസ് ചെയ്യാം. എത്ര വേരിയബിൾസിനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരമാവധി ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷണൽ വാല്യൂ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷണൽ വാല്യൂവിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. സോ 2ൻ്റെ പവറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2ൻ്റെ എക്സ്പൊണൻ്റ് വാല്യൂസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 15 ഏത് പവർ ഫാക്ടറിനകത്ത് നിൽക്കുന്നു എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. സോ 2⁻³ എന്ന് പറയുന്നത് 8 ആണ്. 2⁻4 എന്ന് പറയുന്നത് 16 ആണ്. 16ൻ്റെ ഉള്ളിലാണ് 15 എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗ്രേറ്റർ വാല്യൂ ഉള്ളത്. സോ 16 കിട്ടണമെങ്കിൽ നമ്മൾ എടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2⁻4 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ 4 വേരിയബിളുകളെ കൺസിഡർ ചെയ്യണം. ഞാനിവിടെ അസ്യൂം ചെയ്യുകയാണ് ആ 4 വേരിയബിളുകൾ ABCD എന്ന 4 വേരിയബിൾസ് ആണ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ വേരിയബിളുകൾ തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത് നമ്മൾ ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്നത് SOP ആണോ POS ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ചോദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സിംപ്ലിഫൈ ദ ബൂലിയൻ ഫംഗ്ഷൻ യൂസിങ് 4 വേരിയബിൾ മാപ്പ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ആ ഫംഗ്ഷൻ എന്താണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ സിംബോളിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ പൈ ആയതുകൊണ്ടാണ് POS എക്സ്പ്രഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സിഗ്മ ആയിരുന്നുവെങ്കിൽ SOP എക്സ്പ്രഷനായിട്ട് വേണം നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ. സോ നമ്മളിവിടെ 4 വേരിയബിൾ കെ മാപ്പിനെ കൺസിഡർ ചെയ്യുന്നു. എങ്ങനെയാണ് 4 വേരിയബിൾസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളിവിടെ പറഞ്ഞു. കെ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 4x4 ആയിട്ടുള്ളൊരു മെട്രിക് റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. റോയിൽ എയും ബിയും, കോളങ്ങളിൽ സിയും ഡിയും ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. റോയിലും കോളത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കിംഗ് വാല്യൂസ് വന്നിരിക്കുന്നത് 0, 0, 0, 1, 1, 1 ആൻഡ് 1, 0 എന്നാണ്. കാരണം ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് 0, 0, 0, 1, അതായത് 0, 0യിൽ നിന്ന് 0, 1ലേക്ക് മാറുമ്പോൾ നമ്മളിപ്പോൾ കോളത്തെയാണ് കൺസിഡർ ചെയ്തതെങ്കിൽ സിയുടെ വാല്യൂ ഫസ്റ്റ് കോളത്തിലും സെക്കൻഡ് കോളത്തിലും 0 ആണ്. എന്നാൽ ഫസ്റ്റ് കോളത്തിൽ ഡിയുടെ വാല്യൂ 0യും സെക്കൻഡ് കോളത്തിൽ ഡിയുടെ വാല്യൂ 1ഉമായിട്ട് മാറി. സെക്കൻഡും തേർഡും നോക്കുകയാണ് എങ്കിൽ സിയുടെ വാല്യൂ അവിടെ ചേഞ്ച് ആകുന്നുണ്ട്, എന്നാൽ ഡി വാല്യൂ അവിടെ ചേഞ്ച് ആകുന്നില്ല. തേർഡും ഫോർത്തും നോക്കിയാലും ഇതേ തന്നെയാണ് കണ്ടീഷൻ. സിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എന്നാൽ ഡിയുടെ വാല്യൂ അവിടെ ചേഞ്ച് ആകുന്നു. നേരെ മറിച്ച് നമ്മൾ തേർഡ് കോളത്തിന് 1, 0 എന്നാണ് കൊടുത്തിരുന്നത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് എങ്കിൽ സെക്കൻഡ് കോളത്തെയും തേർഡ് കോളത്തെയും നോക്കിക്കഴിഞ്ഞാൽ 2 വേരിയബിൾസും ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത്. സോ അത് കെ മാപ്പ് സൊല്യൂഷനകത്ത് ഒരിക്കലും പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനിലേക്ക് വരുന്നത്. അതായത് 0, 0, 0, 1, 1, 1 ആൻഡ് 1, 0 എന്നുള്ള റെപ്രസെൻറ്റേഷൻ. ഓരോ കോളത്തിനും നമ്മളിവിടെ ഒരു ഡെസിമൽ ഇക്വലൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്? ആ സെല്ലിനകത്ത് വരുന്ന റോ കോളം വാല്യൂവിൻ്റെ ഇൻ്റർസെക്ഷൻ കിട്ടുമ്പോഴുള്ള ബൈനറി വാല്യൂവിൻ്റെ ഇക്വലൻ്റ് ഡെസിമലിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഉദാഹരണത്തിന് 7ാമത്തെ സെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൽ ABയുടെ വാല്യൂ 0, 1 എന്നാണ്, CDയുടെ വാല്യൂ 1, 1 എന്നാണ്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0, 1, 1, 1 എന്ന് വിളിക്കാം. 0, 1, 1, 1 എന്ന ബൈനറി നമ്പറിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ എന്ന് പറയുന്നത് 7 ആണ്. സിമിലർ വേ 10ാമത്തെ സെല്ലിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെല്ലിൽ AB യുടെ വാല്യൂ 1, 0, CD യുടെ വാല്യൂ 1, 0,
കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 1010 എന്ന ബൈനറി വാല്യൂ ആണ്. ആ ബൈനറിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് പറയുന്നത് 10 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ സെല്ലിന് ഡെസിമൽ ഇക്വലൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, POS എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തുള്ള വാല്യൂസ്, അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൈ ഓഫ് 0 1 2 4 5 7 10 15 എന്നാണ്. അതുകൊണ്ട് തന്നെ 0 1 2 4 5 7 10 15 എന്ന പൊസിഷനുകളിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക 0 ആണ്. എന്നാൽ SOPയിൽ നേരെ തിരിച്ചായിരുന്നു, 1 ആയിരുന്നു നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നാൽ POSനകത്ത് സീറോസിനെ മാർക്ക് ചെയ്യുന്നു. റിമൈനിങ് ആയിട്ടുള്ള പൊസിഷൻസിൽ 1 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് 1കളെയല്ല, നേരെ മറിച്ച് സീറോസിനെയാണ്. 0യാണ് നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ആദ്യം ഒരു ക്വാഡിനെ കാണാം. 0 1 4 5 എന്ന് പറയുന്ന 4 സെല്ലുകൾ ചേരുന്ന ഒരു ക്വാഡിനെ കാണാം. പിന്നീട് എനിക്ക് ഒരു പെയറിനെ കാണാം. ആ പെയർ എന്ന് പറയുന്നത് 7ാമത്തെയും 15ാമത്തെയും സെല്ല് ചെയ്യുന്ന ഒരു പെയറിനെ കാണാം. പിന്നീടുള്ള 2 സെല്ലുകൾ നോക്കുകയാണെങ്കിൽ 2ാമത്തെ സെല്ലും 10ാമത്തെ സെല്ലുമാണ്. ഈ 2 സെല്ലുകളെയും കൂടെ എനിക്ക് മാപ്പ് റോളിംഗ് റിഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡിനെയും 10നെയും കൂടെ എനിക്ക് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു റോളിംഗ് മെത്തേഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3ാമത്തെ ഒരു പെയറിനെയും നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ പെയറുകളും കോഡുകളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആദ്യത്തെ കോഡിൻ്റെ റിഡക്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന കോഡിൻ്റെ റിഡക്ഷൻ എന്ന് പറയുന്നത് A+C എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പ്ലസ് സൈൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ POS എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് സൈൻ വന്നത്. എയും സിയും എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് കോഡ് നിൽക്കുന്നത് 1ാമത്തെയും 2ാമത്തെയും റോയിലായിട്ടാണ്. ഈ റോയിൽ വേരിയബിൾസിനെ നോക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ രണ്ടിടത്തും 0 ആണ്. എന്നാൽ B വാല്യൂ ഇവിടെ ചേഞ്ച് ആകുന്നത് കൊണ്ട് Bയെ നമുക്ക് ഒഴിവാക്കാം. സിയുടെ വാല്യൂ ഫസ്റ്റ് കോളത്തിലും സെക്കൻഡ് കോളത്തിലും 0 ആണ്. എന്നാൽ D വാല്യൂ ചേഞ്ച് ആകുന്നത് കൊണ്ട് Dയെ ഒഴിവാക്കാം. സോ ഇവിടെ ചേഞ്ച് ആകാത്ത വേരിയബിൾസ് എന്ന് പറയുന്നത് എയും സിയുമാണ്. എയുടെയും സിയുടെയും വാല്യൂ 0 ആണ്. POS എക്സ്പ്രഷനുകളുടെ സംബന്ധിച്ചിടത്തോളം 0 വരികയാണ് എങ്കിൽ വേരിയബിളിനെ അതുപോലെ കൺസിഡർ ചെയ്യണം. 1 ആണ് വരുന്നതെങ്കിൽ വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റിനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. സോ ഇവിടെ എയുടെ വാല്യൂ 0 ആയതുകൊണ്ട് എ എന്നെടുക്കുന്നു. സിയുടെ വാല്യൂവും 0 ആയതുകൊണ്ട് സി എന്നെടുക്കുന്നു. POS എക്സ്പ്രഷൻ ആയതുകൊണ്ട് A+C എന്നെഴുതുന്നു. ഇനി നമ്മുടെ പെയർ ആയിട്ടുള്ള ബ്ലൂ പെയറിനെ നോക്കുകയാണ് എങ്കിൽ, 1ാമത്തെ പെയർ ആയിട്ടുള്ള ബ്ലൂ പെയറിനെ നോക്കിയാൽ ഈ പെയർ നിൽക്കുന്നത് സെക്കൻഡും തേർഡും റോയിലും 3ാമത്തെ കോളത്തിലുമാണ്. സോ റോകളെ സംബന്ധിച്ചിടത്തോളം എയുടെ വാല്യൂ ചേഞ്ച് ആകുന്നത് കൊണ്ട് എ വാല്യൂവിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബിയുടെ വാല്യൂ ഈ 2 റോയിലും 1 ആയതുകൊണ്ട് B കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് എടുക്കാം. ഇനി നോക്കാം, ഇതൊരു കോളത്തിൽ നിൽക്കുന്നതുകൊണ്ട് സിയുടെയും ഡിയുടെയും വാല്യൂ 1 1 തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് C കോംപ്ലിമെൻറ്റ് D കോംപ്ലിമെൻറ്റ് എന്ന് എടുക്കാം. POS ആയതുകൊണ്ട് തന്നെ B കോംപ്ലിമെൻറ്റ് പ്ലസ് C കോംപ്ലിമെൻറ്റ് പ്ലസ് D കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് എടുക്കാം. ഇനി 3ാമത്തെ പെയറിങ്ങിലേക്ക് വരികയാണ്. ഇനി 3ാമത്തെ ഗ്രൂപ്പിങ്ങിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യെല്ലോ കളറിൽ വെച്ചിരിക്കുന്ന ഓവർലാപ്ഡ് പെയർ ഗ്രൂപ്പുകളിലേക്ക് വരികയാണ് എങ്കിൽ ഫസ്റ്റ് റോയിലും ഫോർത്ത് റോയിലുമായിട്ടാണ് റോ വൈസ് നോക്കിയാൽ നിൽക്കുന്നത്. ഫസ്റ്റ് റോയിൽ എയുടെ വാല്യൂ 0യും ഫോർത്ത് റോയിൽ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് എ വാല്യൂ ചേഞ്ച് ആകുന്നു. അതുകൊണ്ട് എ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബിയുടെ വാല്യൂ രണ്ടിടത്തും 0 ആണ്. 0 ആയതുകൊണ്ട് തന്നെ ബിയെ നമുക്ക് അതുപോലെ എടുക്കാം. ഇനി നിൽക്കുന്ന ഫോർത്ത് കോളത്തിലാണ്. ആ കോളത്തിൽ സി ഡിയുടെ വാല്യൂ 1 0 എന്നാണ്. അതുകൊണ്ട് സിയെ നമുക്ക് C കോംപ്ലിമെൻ്റ് എന്നും D വാല്യൂവിനെ നമുക്ക് D എന്നും എടുക്കാം. സോ 2ാമത്തെ പെയർ എന്ന് പറയുന്നത് B പ്ലസ് C കോംപ്ലിമെൻറ്റ് പ്ലസ് D എന്നാണ്. പ്രിയ വിദ്യാർത്ഥികളെ, ഈ റിഡക്ഷൻ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇനി POS എക്സ്പ്രഷൻ എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 3 റെഡ്യൂസ്ഡ് ആയിട്ടുള്ള വേരിയബിൾസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷനിലൂടെ കമ്പൈൻ ചെയ്യുകയാണ് എങ്കിൽ POS എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താം. അതായത് ഫൈനൽ POS എന്ന് പറയുന്നത് A+C ഡോട്ട് B കോംപ്ലിമെൻറ്റ് പ്ലസ് C കോംപ്ലിമെൻറ്റ് പ്ലസ് D കോംപ്ലിമെൻറ്റ് ഡോട്ട് B പ്ലസ് C കോംപ്ലിമെൻറ്റ് പ്ലസ് D എന്നാണ്. സോ പ്രിയ വിദ്യാർത്ഥികളെ, തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനെ, ഒരു ബോലിയൻ ഫംഗ്ഷനെ POSലേക്ക് മാറ്റുവാനായിട്ടുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞൊരു ലെക്ചറിൽ നമ്മൾ SOPയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ചെറിയ വ്യത്യാസങ്ങൾ SOP POSനകത്തുണ്ട് എങ്കിലും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെയും സെയിം ആണ്.
ഈ 2 വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.